നിങ്ങൾക്ക് ഇത് എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഇഷ്ടമുള്ള വിഭവം ഉണ്ടാക്കും ഇതുകൊണ്ട്. അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം ഇത് ഫ്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അതും കോഴിക്കോട് എവിടെയോ പോയി വരുമ്പോൾ കൊടുന്നതാണ് ഈ കല്ലുമ്മക്കായ. അപ്പോൾ സാധാ ഫിഷ് കായം തേക്കണ പോലെ തന്നെ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് ഗരം മസാലൻ്റെ പൊടി ഇട്ടുങ്ങാണ്ട് ഒന്ന് കുഴച്ചെടുത്ത് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് കുഴച്ചെടുത്തിട്ടാണ്. പെട്ടെന്ന് എണ്ണയൊക്കെ ഒന്നും ഇടണ്ട, കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തോളി. കായം തേച്ചിട്ട് എന്നാലല്ലേ കായൊക്കെ ഒന്ന് പിടിക്കുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്, ഞാൻ പറഞ്ഞില്ല വയറുവേദന ഒക്കെ ഉണ്ടാവുമെന്ന്, അത് ഫുള്ള് വേവാഞ്ഞിട്ടാണ്. അപ്പം നമ്മൾ ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ എണ്ണയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഓൾറെഡി പുഴുങ്ങിയിട്ടാണ് വരിക. പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ അടച്ച് വെച്ച് കുറച്ച് കുറഞ്ഞ തീയിൽ മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഞങ്ങൾക്ക് കുറച്ചധികം എണ്ണ ഒഴിച്ചിട്ട് മൂപ്പിക്കണതാണ് ഇഷ്ടം. അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ അല്ലേ, അപ്പോൾ ഒന്ന് കുറച്ചധികം എണ്ണ ഒക്കെ ഒഴിച്ച് മൂപ്പിച്ചതിന് ശേഷം ഒരു മുക്കാൽ വേവാകുമ്പോൾ ഒരു ഉള്ളി അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് ചപ്പും കറിവേപ്പിലും ഇട്ടിട്ട് പിന്നെ ഇളക്കി കൊടുക്കട്ടാ. പിന്നെ ഉള്ളി വേവാൻ നിൽക്കരുത്, ഉള്ളി വേവാതെ തന്നെ എടുക്കണം പാത്രത്തേക്ക്. നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ റെസിപ്പിയാണ് കേട്ടോ കല്ലുമ്മക്കായ ഫ്രൈ. അപ്പോൾ അടുത്ത അവതാരമാണ് നമ്മുടെ